ഹായ് മക്കളെ, അപ്പൊ എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ അടുത്തൊരു അടിപൊളി 5 AM സെഷനിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും നല്ല ഉണർവോടെ ഉന്മേഷത്തോടെ രാവിലെ എഴുന്നേറ്റ് നല്ല അടിപൊളി ജില്ലായിട്ടിരിക്കുകയാണ്. നമ്മുടെ ക്ലാസ്സിന് വെയിറ്റിംഗ് ആയിരുന്നു. വെയിറ്റിംഗ് അല്ലേ? യെസ്. സോ നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നിങ്ങളെക്കാത്ത് ഒരുപാട് പരീക്ഷകൾ വന്നിട്ടുണ്ട്. നമ്മുടെ ഫയർഫോഴ്സിന്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. അതേപോലെ 10th ലെവൽ പ്രിലിംസ്, അതേപോലെ മെയ് 2 ഫസ്റ്റ് ഫേസ് ഡിഗ്രി പ്രിലിംസ്, അങ്ങനെ ഒരുപാട് ഡേറ്റുകൾ നിങ്ങളുടെ മുൻപിലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇനി ഒരിക്കലും എന്ത് ചെയ്യരുത്, പഠിക്കാതിരിക്കരുത്. അതേപോലെ ഈ ദിവസങ്ങൾ, ഇനി വരുന്ന ദിവസങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ആ എക്സാമുകൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതാണ് സ്റ്റോപ്പ് ഡ്രീമിങ് ആൻഡ് സ്റ്റാർട്ട് ഡൂയിങ്. അതായത് വെറുതെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നാൽ പോലെ ആ സ്വപ്നങ്ങളെ പിന്തുടരുക, അല്ലെ, അത് പ്രാവർത്തികമാക്കുക. അല്ലാതെ ആ സ്വപ്നം കണ്ടിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അപ്പൊ ആ ഒരു എന്ത് ചെയ്യുക, ആ ഒരു സ്വപ്നത്തിന് വേണ്ടി എന്ത് ചെയ്യണം, പ്രയത്നിക്കണം, പരിശ്രമിക്കണം. എങ്കിലേ എന്ത് ചെയ്യാൻ പറ്റൂ, അത് നേടാൻ പറ്റൂ. അപ്പൊ ആ ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി എന്ത് ചെയ്യാം, നമുക്ക് ഇന്നത്തെ നമ്മുടെ സെറ്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ജില്ലായിട്ട് എന്ത് ചെയ്തോ നിന്നോ. അപ്പൊ ആദ്യത്തെ ചോദ്യം, നീതി ആയോഗിന്റെ വൈസ് ചെയർമാനായി സുമൻ ബെറിക്ക് പകരം നിയമിതനായത് ആര്? അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു അടിപൊളി അപ്പോയിന്റ്മെന്റിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ വൈസ് ചെയർമാനായി സുമൻ ബേരിക്ക് ശേഷം, അപ്പൊ ആദ്യം മനസ്സിലാക്കുക, വൈസ് ചെയർമാനായ സുമൻ ബേരി മാറി, പകരം പുതിയ ആള് വന്നു. അപ്പൊ ഇനിയിപ്പോ ആരല്ല വൈസ് ചെയർമാൻ, സുമൻ ബേരി അല്ല, പകരം ആര് വന്നു? ആരാ വന്നതാ? യെസ്, നമ്മുടെ അശോക് കുമാർ ലാഹിരിയാണ് എന്താ നീതി ആയോഗിന്റെ പുതിയ വൈസ് ചെയർമാൻ. ഇനി വരുന്ന പരീക്ഷക്കൊക്കെ സ്റ്റാർ ഇട്ട് പഠിച്ചോ, ചോദിക്കാം. സുമൻ ബെരി ആയിരുന്നപ്പോൾ സ്ഥിരമായിട്ട് ചോദിച്ചോണ്ടിരുന്ന സാധനമാണ്. അപ്പൊ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആയിരുന്നു, പഠിച്ചു വെച്ചോ, അത് അശോക് കുമാർ ലാഹിരിയാണ്. ഓക്കെ, അപ്പൊ അശോക് കുമാർ ലാഹിരിയാണ് എന്താ നീതി ആയോഗിന്റെ പുതിയ വൈസ് ചെയർപേഴ്സൺ. എങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണ്? നമ്മളുടെ രീതി നിങ്ങൾക്കറിയാം, നമ്മൾ കണക്ട് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പറയും. നീതി ആയോഗിന്റെ ചെയർമാൻ, യെസ്, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് എന്താ നീതി ആയോഗിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓൾവൈസ് അവർ പ്രൈം മിനിസ്റ്റർ ചെയർമാൻ നരേന്ദ്രമോദി. എങ്കിൽ നീതി ആയോഗിന്റെ സിഇഒ ആരാണ്? ഒരു ഇടക്കാല സിഇഒ ഇപ്പോഴും നീതി ആയോഗിന്റെ നിലവിലുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് നിധി ചിബ്ബർ. ആരാണ്? നിധി ചിബ്ബർ. അപ്പോ വൈസ് ചെയർപേഴ്സൺ അശോക് കുമാർ ലാഹിരി, സിഇഒ നിധി ചിബ്ബർ, ചെയർപേഴ്സൺ നരേന്ദ്രമോദി, അല്ലെങ്കിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ. എങ്കിൽ ഈ നീതി ആയോഗ് നിലവിൽ വന്ന വർഷം എന്നാണ്? അതും PSC ചോദിച്ചിട്ടുണ്ട്. നീതി ആയോഗ് നിലവിൽ വന്ന വർഷം എന്നാണ്? വേഗം പറഞ്ഞടാ, നീതി ആയോഗ് എന്നാണ് നിലവിൽ വന്നത്? അടിപൊളി, 2015 ജനുവരി 1 ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എതിർക്കാൻ കഴിയില്ല, കാരണം അത് ശരിയാണ്. അപ്പൊ നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1. എങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാനുള്ള ചോദ്യം, PSC ചോദിച്ച ചോദ്യം, ഈ നീതി ആയോഗിലെ നീതി എന്നതിന്റെ പൂർണ്ണ രൂപം എന്തെന്ന് ആര് കമന്റ് ചെയ്യും? നിങ്ങൾ കമന്റ് ചെയ്യും. ഓക്കെ, സോ സെറ്റ് ആണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. യെസ്, 2026 മികച്ച പുരുഷ താരത്തിനുള്ള ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ്സ് 2026 ലോറസ് പുരസ്കാരം നേടിയതാരാണ്? മികച്ച പുരുഷ താരത്തിനുള്ള 2026 ലോറസ് പുരസ്കാരം നേടിയത് ആര് എന്നാണ് ചോദ്യം. മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാരമാണ്. യെസ്, അടിപൊളി, നമ്മുടെ ചെക്കൻ ആരാണ്? കാർലോസ് അൽക്കാരസിനാണ് എന്താ 2026 മികച്ച പുരുഷ താരത്തിനുള്ള എന്ത് കിട്ടിയത്? ലോറസ് പുരസ്കാരം ലഭിച്ചത്. തെറ്റിക്കല്ലേ. എങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ഈ കാർലോസ് അൽക്കാരസ് എവിടത്തുകാരനാ? യെസ്, അവന് വേദന കൂടുതലാണ്, അവൻ സ്പെയിൻകാരനാണ്. എവിടത്തെയാണ്? സ്പെയിൻകാരനാണ്. ആരാ? കാർലോസ് അൽക്കാരസ്. എങ്കിൽ മികച്ച വനിതാ താരമാരായിരുന്നു ലോറസ് സ്പോർട്സ് അവാർഡ്സിലെ മികച്ച വനിതാ താരമാരായിരുന്നടാ? യെസ്, അത് അരിയാന സബലേങ്കയാണ്. ആരാണ്? അരിയാന സബലേങ്ക. ഏത് രാജ്യക്കാരിയാ? ബെലാറസുകാരിയാണ്. ഏത് രാജ്യക്കാരിയാണ്? ബെലാറസുകാരിയാണ്. എങ്കിലും ഇപ്പൊ പുരുഷതാരം കാർലോസ് അൽക്കാരസ്, അതേപോലെ അരിയാന സബലേങ്ക വനിതാ താരം. എങ്കിൽ യുവതാരം ആരാണ്? യെസ്, ആരാ? നമ്മുടെ ഫുട്ബോൾ പ്ലെയർ ലാമിനെ യമാൽ സ്പാനിഷ് ഫുട്ബോൾ പ്ലെയർ ആണ് കേട്ടോ. സ്പാനിഷ് ഫുട്ബോൾ പ്ലെയർ ആണ് എന്താ? യമാൽ. ഓക്കെ, അപ്പം മികച്ച പുരുഷ താരം, അതേപോലെ വനിതാ താരം, യുവതാരം, 3 പേരെയും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചോ. എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, 2026 പത്മപ്രഭ പുരസ്കാരം നേടിയതാര്? പത്മശ്രീ അല്ല, പത്മപ്രഭ പുരസ്കാരം. ഓക്കെ, 2025 ഇത് ആലങ്കോട് ലീലാകൃഷ്ണനാണ് ലഭിച്ചത്. എങ്കിൽ 2026 ആർക്കാണ് ലഭിച്ചത്? യെസ്, അടിപൊളി, രാജശ്രീക്കാണ് മക്കളെ എന്താ 2026 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത്. രാജശ്രീക്കാണ്. ഇവരുടെ ആത്രേയം എന്ന കൃതിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ആത്രേയം പ്രധാനപ്പെട്ട കൃതിയാണ്, നോക്കി വെക്കണേ. ആത്രേയം എന്ന കൃതിയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ രാജശ്രീ പത്മപ്രഭ പുരസ്കാരം 2026. മറന്നു പോവാ ഇല്ല. എങ്കിൽ ഞാൻ വേറെ ചോദിക്കട്ടെ, 2026 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്?
2026 ഹരിവരാസന പുരസ്കാരം. യെസ്, അടിപൊളി. നാദസ്വര വിദ്വാൻ കൂടിയായ തിരുവിഴ ജയശങ്കറിനാണ്. ആർക്കാണ്? തിരുവിഴ ജയശങ്കറിനായിരുന്നു 2026 എന്ത് പുരസ്കാരം? ഹരിവരാസന പുരസ്കാരം കിട്ടിയത് എന്താണ്? തിരുവിഴ ജയശങ്കറിനാണെങ്കിൽ 2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് അറിയാമോ? 2025 ഹരിവരാസന പുരസ്കാരം. യെസ്, അടിപൊളിയാണ്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് എന്താ 2025 പുരസ്കാരം ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ്. ഓക്കെ, 2026 ഹരിവരാസനം ആ പുരസ്കാരം ലഭിച്ച ആർക്കാ? തിരുവിഴ ജയശങ്കറിനും. അതേപോലെ 2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ച ആർക്കാ? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കും. ഹരിവരാസന പുരസ്കാരവും PSC ചോദിക്കുന്നതാണ്, മറന്നുപോലെ. ഓക്കെ, സെറ്റ് അല്ലേ? ഉഷാറല്ലേ? എങ്കിൽ മുന്നോട്ട് പോവാം. യെസ്, അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പേപ്പർ രഹിത ജുഡീഷ്യൽ ജില്ല ഏതാ? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പേപ്പർ രഹിത ജുഡീഷ്യൽ ജില്ല ഏതാണ്? യെസ്, അടിപൊളി. നമ്മുടെ സ്വന്തം ജില്ല വയനാട്. നമ്മുടെ സ്വന്തം ജില്ലയല്ല, നമ്മുടെ ജില്ല വയനാട്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ പേപ്പർ രഹിത ജില്ല, ജുഡീഷ്യൽ ജില്ല എന്ന് ചോദിച്ചാൽ അത് വയനാടാണ്. കോഴിക്കോടിന്റെ പ്രത്യേകത എന്താ? കോഴിക്കോടിന്റെ പ്രത്യേകത കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലം, അതേപോലെ കേരളത്തിൽ ആദ്യമായിട്ട് ഡിസബിലിറ്റി ഫെസ്റ്റിവൽ നടന്ന സ്ഥലം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിച്ച കൊടുവള്ളി നിയോജക മണ്ഡലം കോഴിക്കോടിലാണ്. എത്ര സ്ഥാനാർത്ഥികളായിരുന്നു? 13 സ്ഥാനാർത്ഥികൾ അല്ലെ. അപ്പൊ കോഴിക്കോടുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? ഓർത്ത് വെക്കാം. ഓക്കെ, സെറ്റ് ആണ്. തിരുവനന്തപുരം അറിയാലോ നിങ്ങൾക്ക്? ഓക്കെ, അറിയാം. സെറ്റ്. അപ്പൊ എന്തിയാ? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പേപ്പർ രഹിത ജുഡീഷ്യൽ ജില്ല എന്ന് പറഞ്ഞ ഇതാണ് വയനാടാണ്, മറന്നു പോലെ. ഓക്കെ, സെറ്റ് ആണ്. എങ്കിൽ അടുത്ത് നോക്കിയാളാ. അന്തരീക്ഷത്തിലെ ഹരിതഗൃഹ വാതകങ്ങളും മലിനീകരണ തോതും കൃത്യമായി നിരീക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ശ്രദ്ധിച്ചു പഠിക്കുക. കൃത്യമായിട്ട് വരുന്ന പരീക്ഷകൾ ചോദിക്കും. ഡാക്കി ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം. അന്തരീക്ഷത്തിലെ ഹരിതഗൃഹ വാതകങ്ങളും മലിനീകരണ തോതും കൃത്യമായി നിരീക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഡാക്കി ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? യെസ്, അടിപൊളി. ഡാക്കി. ചൈനയാണ് എന്ത് ചെയ്തത്? ഡാക്കി ഉപഗ്രഹം വിക്ഷേപിച്ചത് ചൈനയാണ്. എങ്കിൽ ആർട്ടമിസ് 2 ആരുടെ ആയിരുന്നു? ആർട്ടമിസ് 2. ഞാൻ ഇടയ്ക്കിടയ്ക്ക് 5am ക്ലബ്ബിൽ ഇത് പറയാറുണ്ട്, ആർട്ടമിസ് 2നെ കുറിച്ച്. കാരണം വരുന്ന പരീക്ഷകളിൽ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നല്ല ചിലപ്പോൾ 2 ചോദ്യങ്ങളൊക്കെ കയറി ചോദിച്ചാൽ ആർട്ടമിസ് 2 വിക്ഷേപിച്ച ആരാ? നാസയാണ് അല്ലെ. നാസയുടേതാണ്. മക്കളെ, ഒരു കാര്യം കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഇവർ ഇങ്ങനെ ഈ ഒരു വിക്ഷേപണ വാഹനത്തിൽ പോയവര് കൃത്യമായിട്ട് എന്ത് ചെയ്തില്ല? ചന്ദ്രനിൽ ഇറങ്ങിയിട്ടില്ല. ജസ്റ്റ് ഒരു ഫ്ലൈ ബൈ, ഒരു കറക്കം നടത്തിയിട്ട് എന്ത് ചെയ്യായിരുന്നു? തിരിച്ച് എത്തുകയായിരുന്നു. ഓക്കെ, അത് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റിൽ അങ്ങനെയൊക്കെ ചോദിച്ചാലായി ഒരു ഫ്ലൈ ബൈ ആണ് എന്ത് ചെയ്തത്? അവർ ആർട്ടമിസ് 2 എന്ത് ചെയ്തത്? നടത്തിയത്. അത് കൃത്യമായിട്ട് എന്ത് മനസ്സിലാക്കി വെക്കുക. എത്ര യാത്രക്കാരായിരുന്നു ആർട്ടമിസ് 2 പോയത്? 4 യാത്രക്കാർ. നമ്മൾ കഴിഞ്ഞതിലും പറഞ്ഞു, എങ്കിലും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ആരൊക്കെയായിരുന്നു? വിക്ടർ ഗ്ലോബർ ഉണ്ടായിരുന്നു, അതേപോലെ റെയ്ഡ് വെയ്സ്മാൻ ഉണ്ടായിരുന്നു. വനിതയുടെ പേരെന്താ? ഏക വനിത ക്രിസ്റ്റീന കോച്ച് ഉണ്ടായിരുന്നു. അതേപോലെ അമേരിക്കക്കാരനല്ലാത്ത സഞ്ചാരി ജെറമി ഹാൻസൺ ഉണ്ടായിരുന്നു. അവരുടെ പേര് ഒരിക്കലും മറക്കരുതേ. അതേപോലെ ആ ഒരു പേടകത്തിന്റെ പേരെന്താ? ഓറിയോൺ എന്നാണ് അല്ലെ. ഓറിയോൺ ക്രൂ മിഷൻ. അതേപോലെ നമ്മുടെ ആ ഒരു വിക്ഷേപണ വാഹനത്തിന്റെ പേരെന്താണ്? ISLS. ഓക്കെ, കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇത്രയും ഓക്കെ. ശരിയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 15 വർഷത്തിന്റെ സേവനത്തിന് ശേഷം ടിം കുക്ക് സ്ഥാനമൊഴിയുമ്പോൾ, ടിം കുക്ക് എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാം ആപ്പിളിന്റെ ആണെന്ന് അല്ലെ. ടിം കുക്ക് സ്ഥാനമൊഴിയുമ്പോൾ ആപ്പിളിന്റെ പുതിയ CEO ആയി ചുമതല ഏൽക്കുന്നത് ആരാണ്? അതായത് ടിം കുക്കിന്റെ കാലാവധി കഴിഞ്ഞു. അപ്പൊ ടിം കുക്കിന് പകരമായിട്ട് പുതിയ CEO ആയിട്ട് വരാൻ പോകുന്നത് അല്ലെങ്കിൽ നിയമിതനാകുന്നത് ആരാണ് എന്നാണ് ചോദ്യം. ആരാടാ പുതിയ CEO ആയിട്ട് നിയമിതനാകാൻ പോകുന്നത്? സുന്ദർ പിച്ചെ എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ അത് തെറ്റാണ്. പുതിയ CEO ജോൺ ടെർനസ് ആണ്. അപ്പൊ ആപ്പിളിന്റെ പുതിയ CEO ആയിട്ട് വരാൻ പോകുന്നത് ജോൺ ടെർനസ് ആണ്. എന്താ? ആപ്പിളിന്റെ പുതിയ CEO. ഓക്കെ, സെറ്റ് അല്ലേ? എങ്കിൽ മുന്നോട്ട് പോവാം. യെസ്, അടുത്ത ചോദ്യം. 2026 ഭൗമദിനത്തിന്റെ തീം എന്താണ്? 2026 ഭൗമദിനം എന്നാണ്. ഭൗമദിനം യെസ്, അടിപൊളി. April 22 എന്താ? ഭൗമദിനം. എന്നാണ് മലേറിയ ദിനം? ഇപ്പൊ കഴിഞ്ഞല്ലോ. April 25 എന്താ? മലേറിയ ദിനം. എങ്കിൽ ഭൗമദിനത്തിന്റെ തീമാണ് ചോദിക്കുന്നത്. യെസ്, ദാ കിടക്കുന്നു. നമ്മുടെ ഊർജം നമ്മുടെ ഗ്രഹം. ഇംഗ്ലീഷുകാർക്ക് വേണ്ടിയിട്ട് അവർ എനർജി അവർ പ്ലാനറ്റ് ചോദിക്കുമേ. 2022 ഭൗമദിനത്തിന്റെ തീം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ഊർജം നമ്മുടെ ഗ്രഹം. എങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാനായിട്ടൊരു ചോദ്യം, എന്നാണ് ആരോഗ്യ ദിനം? യെസ്, അത് April 7 ആരോഗ്യ ദിനം. എന്നാൽ ആരോഗ്യ ദിനത്തിന്റെ തീം എന്താണെന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, കമന്റ് ചെയ്തൊക്കെ അപ്പൊ നിങ്ങൾ ജില്ലായിട്ട് നിൽക്കും. ഓക്കെ, സെറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. യെസ്, ഇന്ത്യയിലെ ആദ്യത്തെ അഡ്വാൻസ്ഡ് 3D ചിപ്പ് പാക്കേജിംഗ് യൂണിറ്റ്, ശ്രദ്ധിച്ചു വായിക്കണേ, 3D ചിപ്പ് പാക്കേജിംഗ് യൂണിറ്റ് എവിടെയാണ് സ്ഥാപിക്കുന്നത്? ഇന്ത്യയിൽ ആദ്യത്തെ സാധനമാണ്. യെസ്, അടിപൊളി. ഭുവനേശ്വർ. ഓക്കെ, ഭുവനേശ്വർ ഏതിന്റെ ക്യാപിറ്റലാ?
യെസ്, അടിപൊളി. ഒഡീഷയുടെ ക്യാപിറ്റൽ ആണ് എന്താ? ഭുവനേശ്വർ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ അഡ്വാൻസ്ഡ് 3D ചിപ്പ് പാക്കേജിംഗ് എവിടെയെന്ന് ചോദിച്ചാൽ അത് ഒഡീഷയിലെ ഭുവനേശ്വറിലാണ്. സെറ്റ് അല്ലേ? ഓക്കെ. ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം എവിടെയാണ്? അതും എവിടെയാണ്? ഭുവനേശ്വറിലാണ്, ഒഡീഷയിലാണ് കേട്ടോ. ഓക്കെ, എങ്കിൽ അടുത്ത ചോദ്യം. 2026 ഏപ്രിലിൽ രാജ്യസഭാ സെക്രട്ടറിയായി ഉപരാഷ്ട്രപതി നിയമിച്ചതാരാ? രാജ്യസഭാ സെക്രട്ടറിയെ നമുക്ക് പറയുന്നതിന് മുമ്പേ ആരാ നിലവിലെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി? യെസ്, അടിപൊളി. CP രാധാകൃഷ്ണനാണ് കേട്ടോ. ഇന്ത്യയുടെ നിലവിലെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനാണ്, മറന്നുപോലെ. ഓക്കെ, ഈ ഉപരാഷ്ട്രപതി തന്നെയാണ് എന്താ? രാജ്യസഭയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് രാജ്യസഭ എന്ന് പറയുന്നതും ആര് തന്നെയാണ്? നമ്മുടെ ഓണറബിൾ ആയിട്ടുള്ള വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. എങ്കിൽ രാജ്യസഭയുടെ സെക്രട്ടറി ആര് എന്നാണ് ചോദ്യം. യെസ്, അത് നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷൻ ഡോക്ടർ KS സോമശേഖർ ആണ് എന്താ നിലവിലെ രാജ്യസഭയുടെ സെക്രട്ടറി എന്ന് പറയുന്നത്. ആരാണ്? ഡോക്ടർ KS സോമശേഖർ ആണ്. ആരാണ്? ഡോക്ടർ KS സോമശേഖർ. എങ്കിൽ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ്? രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ. യെസ്, അത് മൂന്നാം തവണയും അദ്ദേഹം തന്നെയാണ്, ഒരു മാറ്റവുമില്ല. ഹരിവംശ നാരായൺ സിംഗ്. ആരാണ്? ഹരിവംശ നാരായൺ സിംഗ് ആണ്. തുടർച്ചയായിട്ട് മൂന്നാമത്തെ തവണയാണ് അദ്ദേഹം വരുന്നത്. ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ ഹരിവംശ നാരായൺ സിംഗ്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടാണ്, സാർ ലോകസഭയുടെ ഡെപ്യൂട്ടി ചെയർമാന്റെ പേരും കൂടി പറയും. ലോക്സഭയ്ക്ക് ഒരു ഡെപ്യൂട്ടി ചെയർമാൻ നിലവിലില്ല. ഓക്കെ, ലോക്സഭയ്ക്ക് ഒരു സ്പീക്കർ ഉണ്ട്, അത് ഓം ബിർളയാണ്. ലോക്സഭയ്ക്ക് ഒരു ഡെപ്യൂട്ടി ചെയർമാൻ എന്താ? നിലവിലില്ല. സോ ഇത്രയും കാര്യങ്ങൾ എന്താ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം. 2026 ഫിഫ അണ്ടർ-20 വനിതാ ഫുട്ബോൾ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഓടിച്ചെന്ന് സ്പെയിൻ എന്നൊന്നും വിളിച്ചു പറയരുത്, തെറ്റാണ്. 2026 ഫിഫ അണ്ടർ-20 ആണ്, അണ്ടർ-20 വനിതാ വേൾഡ് കപ്പിന് വേദിയാകുന്ന രാജ്യം. യെസ്, അടിപൊളിയാണ്. നമ്മുടെ ശ്രീനിവാസൻ നമ്മുടെ സിനിമയിൽ പറയില്ലായിരുന്നോ, പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം മിണ്ടരുത്. ആ പോളണ്ട് തന്നെയാണ് എന്താ 2026 അണ്ടർ-20 വനിതാ ഫുട്ബോൾ ലോകകപ്പിന് എന്താ വേദിയാകുന്ന രാജ്യം പോളണ്ട് ആണ്. എങ്കിൽ ഫിഫ വേൾഡ് കപ്പ് എന്ന 2026 ഫിഫ വേൾഡ് കപ്പിന് വേദിയാകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാ? രാജ്യങ്ങൾ എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും, ഒന്നിൽ കൂടുതലുണ്ട്. ഒന്നല്ല, രണ്ടല്ല, 3 രാജ്യങ്ങളാണ് അല്ലെ. ഏതൊക്കെയാ? USA, കാനഡ, മെക്സിക്കോ. ഓക്കെ, 3 രാജ്യങ്ങൾ, USA, കാനഡ, മെക്സിക്കോ. 2022 ഫിഫ വേൾഡ് കപ്പ് എവിടെ വെച്ചായിരുന്നു? അത് ഖത്തറിൽ വെച്ചിട്ടായിരുന്നു അല്ലേ. ഓക്കെ, ആരാ കപ്പടിച്ചത്? അർജന്റീന ആയിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, മെസ്സി കപ്പിലൊക്കെ മുത്തം കൊടുക്കുന്നത് നിങ്ങൾ കണ്ടില്ലായിരുന്നു? ആരായിരുന്നു നമ്മുടെ ആ ഒരു ടീമിന്റെ പരിശീലകൻ? ചോദിച്ചിട്ടുള്ളതാ PSC, ഒന്ന് കമന്റ് ചെയ്തേക്ക് കേട്ടോ. ഓക്കെ, അടുത്തത് ഇന്ത്യയുടെ 99ാം റംസാർ സൈറ്റായി പ്രഖ്യാപിച്ച ഷേഖാജീൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാ? ഇന്ത്യയുടെ 99ാം റംസാർ സൈറ്റായി പ്രഖ്യാപിച്ച ഷേഖാജീൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാ? രാജസ്ഥാൻ അല്ല, ഉത്തർപ്രദേശിലാണ് എന്താ ഷേഖാജീൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. എങ്കിൽ ഇപ്പൊ 99 റംസാർ സൈറ്റ് ഉണ്ട്. ഷേഖാജീൽ ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിൽ മൊത്തം കൂടി 12 വെറ്റ്ലാൻഡുകളായി, പക്ഷി സങ്കേതങ്ങളായി, റംസാർ സൈറ്റുകളായി. ഓക്കെ, റംസാർ സൈറ്റുകൾ ഉണ്ട്. ഉത്തർപ്രദേശിൽ എന്താണ്? 12 റംസാർ സൈറ്റുകൾ ഉണ്ട്. എങ്കിൽ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ ഉള്ള സംസ്ഥാനം എന്നറിയാമോ? ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ ഉള്ള സംസ്ഥാനം അതെ നമ്മുടെ കൊച്ചു കേരളമാണ്. അല്ല, ഏതാ പിന്നെ? തമിഴ്നാട്ടിലാണ് എന്താ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ ഉള്ള സംസ്ഥാനം. തമിഴ്നാടാണ്, തെറ്റിക്കരുത്. ഏറ്റവും കൂടുതൽ, ഇപ്പൊ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞില്ലേ, അതൊക്കെ അറിയായിരിക്കും അല്ലേ. എന്താണ് ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുള്ള സംസ്ഥാനം? അത് തമിഴ്നാടാണ്. ഈ റംസാർ സൈറ്റുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് PSC ചോദിക്കുന്ന ഒരു ദിനത്തെ കുറിച്ച് ഓർമ്മ വന്നു. എന്നാണ് നമ്മുടെ അല്ലെങ്കിൽ ലോക തണ്ണീർത്തട ദിനം? വെറ്റ്ലാൻഡ് ഡേ എന്നാണ് വെറ്റ്ലാൻഡ് ഡേ, തണ്ണീർത്തട ദിനം എന്നാണ്. യെസ്, അടിപൊളി. ഫെബ്രുവരി 2 കൃത്യമായിട്ട് ഓർത്തു വയ്ക്കണേ. തണ്ണീർത്തട ദിനം എന്നു ചോദിച്ചാൽ അത് ഫെബ്രുവരി 2-ാം തീയതിയാണ്. അന്ന് തന്നെ ആ ഒരു മാസം തന്നെ വേറൊരു പ്രധാനപ്പെട്ട ദിനമുണ്ട്. അത് ഏത് ദിനമാണെന്ന് അറിയാമോ? ഫെബ്രുവരി 28 അല്ലെ, ദേശീയ ശാസ്ത്ര ദിനം അല്ലെ. CV രാമന്റെ ജന്മദിനമായ ദേശീയ ശാസ്ത്ര ദിനമാണ് എന്താ ഫെബ്രുവരി 28-ാം തീയതി. ഉഷാറല്ലേ? മുന്നോട്ട് പോവാം. യെസ്, അടിപൊളി. അടുത്ത നല്ല ചോദ്യം. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ദേശീയ പ്രാധാന്യമുള്ള ജിയോ ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ച യാന ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ദേശീയ പ്രാധാന്യമുള്ള ജിയോ ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ച യാന ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? യെസ്, അടിപൊളി. അത് കർണാടകയാണ്, മറന്നുപോലെ. അപ്പൊ യാന ഗുഹകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ അത് കർണാടകയാണ്. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാലോ. യെസ്, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. 2026 ICC വനിതാ T20 ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം. ICC വനിതാ T20 ലോകകപ്പാണ്. പുരുഷ ലോകകപ്പ് കഴിഞ്ഞു, ഇന്ത്യ കപ്പടിച്ചു. ഇന്ത്യയുടെ 3ാമത്തെ കിരീടമാണ്. വേദി ഇന്ത്യയും ശ്രീലങ്കയുമായിരുന്നു. അതേപോലെ ഫൈനൽ മത്സരം നടന്നത് നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദ് ആണ്. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയത് ആരാ?
ആരാ? നമ്മുടെ സ്വന്തം ചേട്ടൻ സഞ്ജു വി സാംസൺ ആണ്. അതേപോലെ പ്ലെയർ ഓഫ് ദി ഫൈനൽ ജസ്പ്രീത് ബുംറ ആണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? അതേപോലെ T20 ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറിയും 2026 ഉണ്ടായത്. അത് ന്യൂസിലൻഡ് താരമായ ഫിൻ അലൻ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 33 പന്തിൽ 100 നേടിയതാണ് അല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, എങ്കിൽ ICC വനിതാ T20 ലോകകപ്പിൽ വേദിയാകുന്ന രാജ്യം എന്ന് ചോദിച്ചാൽ അത് ഇംഗ്ലണ്ട് ആണ്. ഇംഗ്ലണ്ടിന്റെ ദേശീയ വിനോദം കൂടിയാണ് അല്ലെ ക്രിക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇംഗ്ലണ്ടിന്റെ ദേശീയ വിനോദം കൂടിയാണ് ക്രിക്കറ്റ്. അപ്പോൾ വനിതാ T20 ലോകകപ്പിന് വേദിയാകുന്നത് ഇംഗ്ലണ്ട് ആണ്. എങ്കിൽ ഏത് രാജ്യത്തിന്റെ ദേശീയ വിനോദമാണ് കബഡി? ഏത് രാജ്യത്തിന്റെ ദേശീയ വിനോദമാണ് കബഡി? യെസ്, അടിപൊളി, ബംഗ്ലാദേശിന്റെ ആണ്. PS ചോദിച്ചിട്ടുള്ളതാണ്. ഏത് രാജ്യത്തിന്റെ ദേശീയ വിനോദമാണ് കബഡി എന്ന് പറഞ്ഞാൽ അത് ബംഗ്ലാദേശിന്റെ ആണ്. ഓക്കെ, സെറ്റ് ആണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. യെസ്, 2026 ഏപ്രിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്ന് മെഗാ ക്വേക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച രാജ്യമേത്? ഈ മെഗാ ക്വേക്ക് എന്ന് പറഞ്ഞാൽ റിക്ടർ സ്കെയിലിന്റെ 8 എബോവ് വരുമ്പോഴാണ് മെഗാ ക്വേക്ക് എന്ന് പറഞ്ഞാൽ. എന്താണ് റിക്ടർ സ്കെയില? ഭൂകമ്പത്തിന്റെ തീവ്രത അളക്കുന്ന ഉപകരണത്തെ വിളിക്കുന്ന പേരാണ് റിക്ടർ സ്കെയിൽ. സോ അതിനകത്ത് 8 എബോവ് തീവ്രത വരുമ്പോഴാണ് എന്ത് പ്രഖ്യാപിക്കുന്നത്? മെഗാ ക്വേക്ക് പ്രഖ്യാപിക്കുന്നത്. കാരണം അത്രയും ജാഗ്രത എന്ത് ചെയ്യണം, ആ ഒരു രാജ്യം പുലർത്തേണ്ടിയിരിക്കുന്നു. സോ അപ്പൊ മെഗാ ക്വേക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച രാജ്യം ഏതെന്ന് ചോദിച്ചാൽ യെസ്, അത് ജപ്പാനാണ്. ഏതാണ്? ജപ്പാനാണ് എന്ത് ചെയ്തത്? മെഗാ ക്വേക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. ഓക്കെ അല്ലേ? മുന്നോട്ട് പോവാം. യെസ്, അടുത്ത ചോദ്യം. നവജാത ശിശുക്കൾ മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി ഏതാ? ഇടയ്ക്ക് PS ചോദിച്ചതാണ്. നവജാത ശിശുക്കൾ മുതൽ 18 വയസ്സ് വരെ കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്നതിനുള്ള കേരള സർക്കാരിന്റെ പദ്ധതി ഏതാ? അടിപൊളി, ഏതാണ്? ഹൃദ്യം പദ്ധതിയാണ്. ഏതാണ്? ഹൃദ്യം പദ്ധതിയാണ്. കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ആരോഗ്യം ആനന്ദം പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യാൻസർ ബോധവൽക്കരണം അല്ലെങ്കിൽ ക്യാൻസർ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ് ആരോഗ്യം ആനന്ദം പദ്ധതി. അതും PS ചോദിച്ചു. ആരോഗ്യം ആനന്ദം പദ്ധതി കേട്ടോ. ഓക്കെ, അതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം. അടുത്ത ചോദ്യം നോക്കിയേ. 2026 ഏപ്രിലിൽ പുറത്തിറങ്ങിയ ടൈഡ്സ് ഓഫ് ടൈം ഭാരത് ഹിസ്റ്ററി ത്രൂ മ്യൂറൽസ് ഇൻ പാർലമെന്റ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? ടൈഡ്സ് ഓഫ് ടൈം ഭാരത് ഹിസ്റ്ററി ത്രൂ മ്യൂറൽസ് ഇൻ പാർലമെന്റ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഇത്രയും വലിയ ഇംഗ്ലീഷ് പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ശശി തരൂർ ആണെന്താ ഉത്തരം എന്ന്. അല്ല, പക്ഷേ ഉത്തരം ആരാണ്? സുധാമൂർത്തിയാണ് എന്താ ഈ ഒരു പുസ്തകത്തിന്റെ ഓതർ അല്ലെങ്കിൽ രചയിതാവ് എന്ന് പറയുന്നത് സുധാമൂർത്തിയാണ്. എന്നാൽ PS ഇടയ്ക്ക് ചോദിക്കുന്ന ഒരു പുസ്തകത്തിന്റെ രചയിതാവ് ആരെന്ന് പറയോ ചോദിച്ചാൽ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം. ഈ ഇടയ്ക്കും ഫെമിലിയർ ആയിട്ടൊരു പേരാണ് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന നമ്മുടെ മുൻ കരസേനാ മേധാവി കൂടിയായ ജനറൽ മനോജ് മുകുന്ദ് നരവനെയുടെ പുസ്തകമാണ്. ആരാണ്? ജനറൽ മനോജ് മുകുന്ദ് നരവനെ. ഓക്കെ, അദ്ദേഹത്തിന്റെ പുസ്തകമാണ് എന്താ? 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. എന്താണ്? 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി റിട്ടൺ ബൈ മനോജ് മുകുന്ദ് നരവനെ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? മുന്നോട്ട് പോവാം. യെസ്, അടുത്ത ചോദ്യം. ഏറ്റവും പുതിയ IMF സാമ്പത്തിക റിപ്പോർട്ട് പ്രകാരം 2025 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ആഗോളതലത്തിൽ എത്രാം സ്ഥാനമാണുള്ളത്? എത്രാം സ്ഥാനമാണ് IMF റിപ്പോർട്ട് പ്രകാരം? 5ാം സ്ഥാനമല്ല. 5ാം സ്ഥാനം നമ്മളെ തട്ടിത്തെറപ്പിച്ച UK കയ്യിലാണ് ഇപ്പോൾ 5ാം സ്ഥാനം. 3ാം സ്ഥാനം ജർമ്മനിക്കാണ്. 1ാം സ്ഥാനം അമേരിക്കയ്ക്കാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്ന് ചോദിച്ചാൽ അത് 6ാം സ്ഥാനത്താണ്. ഇന്ത്യ നിലവിൽ 6ാം സ്ഥാനത്താണെന്ന് എന്ത് ചെയ്യുക? ഓർക്കുക. ഓക്കെ, ഉഷാറാണ്. മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം. ദേശീയപാതയോരത്തെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാ? ദേശീയപാതയോരത്തെ എന്താണ് ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാ? ഹരിതപാതയാണോ, ആരോഗ്യ വാനാണോ, ഗ്രീൻ ഇന്ത്യ ആണോ, ജീവൻ പാതയാണോ? യെസ്, അടിപൊളിയാണ്. ഓപ്ഷൻ ബി ആരോഗ്യ വാനാണ് എന്താ കറക്റ്റ് ആൻസർ. ആരോഗ്യവാൻ. ഓക്കെ, ആരോഗ്യവാൻ കൃത്യമായിട്ട് ഓർക്കണേ. ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കാനുള്ള പദ്ധതിയാണ് ആരോഗ്യവാൻ. അടുത്തതിലേക്ക് പോകാലോ. യെസ്, അടുത്തത്. വയോജനങ്ങൾക്ക് ആരോഗ്യം ഉറപ്പാക്കാൻ കേരള സർക്കാർ ലോകാരോഗ്യ സംഘടനയുമായി അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO ചേർന്ന് നടപ്പാക്കുന്ന വാക്സിനേഷൻ പരിപാടി ഏതാ? ഇടയ്ക്ക് ബജറ്റിലൊക്കെ ഇതിനെക്കുറിച്ച് പരാമർശം ഉണ്ടായിരുന്നു അല്ലെ, ഈ ഒരു വാക്സിനേഷനെ കുറിച്ച്. ഏതാണ് ഈ വാക്സിനേഷന്റെ പേര്? യെസ്, അടിപൊളി. ഇനിയുള്ള പരീക്ഷയിൽ ചോദിക്കാം. ന്യൂമോകോക്കൽ വാക്സിനേഷൻ. എന്താണ്? ന്യൂമോകോക്കൽ വാക്സിനേഷൻ. കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ന്യൂമോകോക്കൽ വാക്സിനേഷൻ എന്താണിത്? വയോജനങ്ങൾക്ക് ആരോഗ്യം ഉറപ്പാക്കാൻ, ഈ ഹൃദ്രോഗമുള്ളവർക്കൊക്കെ, ഈ ഒരു ഹൃദ്രോഗം മാത്രമല്ല കരൾ രോഗമൊക്കെ ഉള്ളവർക്ക്
അവരുടെ അണുബാധ അകറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ടൈപ്പ് ഓഫ് വാക്സിനേഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ വയോജനങ്ങൾക്ക് ആരോഗ്യം ഉറപ്പാക്കാൻ കേരള സർക്കാർ ലോകാരോഗ്യ സംഘടനയുമായി ചേർന്ന് നടപ്പാക്കുന്ന വാക്സിനേഷൻ പരിപാടിയാണ് ന്യൂമോകോക്കൽ വാക്സിനേഷൻ. ഉഷാറല്ലേ? മുന്നോട്ട് പോവാം. 2026 വൺ ഹെൽത്ത് വേൾഡ് സമ്മിറ്റ് ഇങ്ങനെയുള്ള ഉച്ചകോടികളും പഠിച്ചു വയ്ക്കുക. G7 G20 ഒക്കെ പ്രതീക്ഷിച്ചു പോകുമ്പോൾ ഇതൊക്കെ ആയിരിക്കും ചോദിക്കുക. 2026 വൺ ഹെൽത്ത് വേൾഡ് സമ്മിറ്റിന് വേദിയായ രാജ്യം ഏതാണ്? ജർമ്മനിയാണോ? അല്ല, ഫ്രാൻസിലാണ്. എന്താ? വൺ ഹെൽത്ത് വേൾഡ് സമ്മിറ്റിന് വേദിയായത് ഫ്രാൻസിലായിരുന്നു. സെറ്റ് അല്ലേ? ഉഷാറല്ലേ? എങ്കിൽ അടുത്ത ചോദ്യം. യെസ്, ഡിജിറ്റൽ ഇടപാടുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ എന്താണ് സാമ്പത്തിക തട്ടിപ്പുകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരുക്കിയിട്ടുള്ള കേന്ദ്രീകൃത ഓൺലൈൻ ഡിജിറ്റൽ സംവിധാനം ഏതാണ് ആ ഡിജിറ്റൽ സംവിധാനം? ഓൺലൈൻ തട്ടിപ്പുകളൊക്കെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിജിറ്റൽ സംവിധാനത്തിന്റെ പേര് എന്താണ്? യെസ്, അടിപൊളി. സുരക്ഷാ പോർട്ടൽ അല്ല, സജേത് പോർട്ടലാണ്. ആരാണ്? സജേത് പോർട്ടലാണ്. ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ഗവർണർ? യെസ്, അടിപൊളി. ആരാണ്? സഞ്ജയ് മൂർത്തി അല്ല, സഞ്ജയ് മൂർത്തി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അല്ലെങ്കിൽ CAG ഓഫ് ഇന്ത്യ ആണ്. സഞ്ജയ് മൽഹോത്രയാണ് എന്താ നിലവിലെ റിസർവ് ബാങ്കിന്റെ ഗവർണർ എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റാണ്. എങ്കിൽ 2026 ഏപ്രിലിൽ പുറത്തുവിട്ട ഫിഫ അന്താരാഷ്ട്ര ഫുട്ബോൾ റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തെത്തിയ രാജ്യം എന്ന് ചോദിച്ചാൽ അതൊരിക്കലും ഇന്ത്യയല്ല. അതുകൊണ്ട് ഇന്ത്യ ഓപ്ഷനിലില്ല. ഏതാണ് ആ രാജ്യം? യെസ്, അടിപൊളി. 1ാം സ്ഥാനത്തെത്തിയത് ഫ്രാൻസ് ആണ്. അപ്പൊ ഫിഫ അന്താരാഷ്ട്ര ഫുട്ബോൾ റാങ്കിൽ 1ാം സ്ഥാനത്ത് ഫ്രാൻസും 2ാം സ്ഥാനത്ത് സ്പെയിനും 136ാം സ്ഥാനത്താണ് ആരാ? ഇന്ത്യയും ഉള്ളത്. എത്രാം സ്ഥാനത്താണ്? 136ാം സ്ഥാനത്താണ് ആരുള്ളത്? ഇന്ത്യയുള്ളത് 136ാം സ്ഥാനത്താണ്. ഓക്കെ അല്ലേ? ഉഷാറാണ്. ഓക്കെ, സെറ്റാണ്. എങ്കിൽ അടുത്ത ചോദ്യം. കേരളത്തിൽ ഭിന്നശേഷി സൗഹൃദ വോട്ടിംഗ് പ്രചരണത്തിനായി ഭിന്നശേഷി ഉദ്യോഗസ്ഥരെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആരംഭിച്ച വോട്ടർ ബോധവൽക്കരണ ക്യാമ്പയിൻ ഭിന്നശേഷി ഉദ്യോഗസ്ഥരെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയത്? യെസ്, അതേതാണ്? സമ്മതിയാണ് എന്താ ആ ഒരു ക്യാമ്പയിൻ. ഭിന്നശേഷി വോട്ടർമാർക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഭിന്നശേഷി സൗഹൃദ വോട്ടിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. എങ്കിൽ എന്നാണ് ദേശീയ സമ്മതിദായക ദിനം? ദേശീയ സമ്മതിദായക ദിനം എന്നാണ്? യെസ്, അടിപൊളി. എന്നാണ്? ജനുവരി 25 എന്തുകൊണ്ടാണ് ഈ ജനുവരി 25 വോട്ടേഴ്സ് ഡേ ആക്കുന്നത്? യെസ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം എന്താ? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം യെസ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. 1950 ജനുവരി 25 1950 ജനുവരി 25 എന്താ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. നിലവിലെ ഇലക്ഷൻ കമ്മീഷണർ ആരെന്ന് ആര് കമന്റ് ചെയ്യും? നിങ്ങൾ കമന്റ് ചെയ്യും. നിലവിലെ ഇലക്ഷൻ കമ്മീഷണർ ആരെന്ന്. കേരളത്തിന്റെ ഇലക്ഷൻ കമ്മീഷണർ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ആരാണ്? KG സനൽകുമാർ ആണ്. ഇലക്ട്രൽ ഓഫീസർ ആരാണ്? രത്തൻ യു ഖേൽക്കർ ആണ്. ഓക്കെ, സെറ്റ് അല്ലേ? മുന്നോട്ട് പോവാം. യെസ്, മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം എടുത്തു കാണിക്കുന്ന മഹാത്മാ എ ഗ്രേറ്റ് കമ്മ്യൂണിക്കേറ്റർ എന്ന പുസ്തകം രചിച്ചത് ആരാ? മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം എടുത്തു കാണിക്കുന്ന മഹാത്മാ എ ഗ്രേറ്റ് കമ്മ്യൂണിക്കേറ്റർ എന്ന പുസ്തകം എഴുതിയത്? യെസ്, അടിപൊളി. ധീരജ് കക്കാടിയുടെ പുസ്തകമാണ് എന്താ? മഹാത്മാ എ ഗ്രേറ്റ് കമ്മ്യൂണിക്കേറ്റർ. ഓക്കെ, സെറ്റ് ആണ്. സോ ഇത്രയും ചോദ്യങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, സെറ്റ് ആണ്. ഉഷാറാണ്. ഒരിക്കലും ഡൗൺ ആവരുത്. സോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈമായി. സോ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത കറണ്ട് അഫയേഴ്സിന്റെ വീണ്ടും ഒരു സെഷനായിട്ട് എന്ത് ചെയ്യാം കാണാം. ഹോട്ട് ടോപ്പിക്സ് ഫോക്കസ് ചെയ്ത് സെഷൻസ് എടുക്കണമെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്താൽ മതി. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.